സോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ റീപാക്കിങ്ങും കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. സോ നമ്മൾ സ്റ്റോക്ക് സമ്മറിയിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ ചില്ലി പൗഡർ 1 kg എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ സ്റ്റോക്ക് വരുന്നത് 10 ഓക്കെ. ഇനി നമ്മൾ മാസ്റ്ററിൽ വരിക. നമുക്ക് റീപാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് മാസ്റ്ററിൽ സ്റ്റോക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീപാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടുന്ന് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആഡ് ന്യൂവിൽ പോവാം. നമുക്ക് ഡേറ്റും കാര്യങ്ങളും കൊടുക്കുക. ഇനി റേറ്റ് ടൈപ്പ് നിങ്ങൾക്ക് ലാസ്റ്റ് പർച്ചേസ് റേറ്റ് ആണോ ആവറേജ് പർച്ചേസ് റേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊഡക്റ്റിൽ നമുക്ക് മെയിൻ പ്രൊഡക്റ്റ് എന്താണോ എന്നുള്ളത് ഒന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചില്ലി പൗഡർ 10 kg എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 10 kg എത്ര ബാഗ് ആണെന്നുള്ളത് ക്വാണ്ടിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് റീപാക്കിംഗ് ചെയ്ത് വരുന്നത് ഏത് പ്രൊഡക്റ്റിലേക്കാണെന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ചില്ലി പൗഡർ 1 kg എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 kg ഒരു ബാഗാണ്. ഇനി 1 kg 10 ബാഗിലേക്കാണ് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 10 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സോ വൺസ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി അഗെയിൻ നമുക്ക് റിപ്പോർട്ട്സിൽ വരാം. റിപ്പോർട്ട്സിൽ നമ്മൾ സ്റ്റോക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ഫിൽറ്റർ ഓപ്ഷൻ വെച്ചിട്ട് അഗെയിൻ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് ഒന്ന് എടുക്കാൻ. സോ ഇവിടെ നമുക്കിപ്പോൾ അവൈലബിൾ സ്റ്റോക്ക് 10 മാറിയിട്ട് 20 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റീപാക്കിങ്ങിൻ്റെ കേസ് വരുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കാഷ്നട്ട് ആൽമണ്ട് അങ്ങനെ മിക്സഡ് നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് റീപാക്കിങ്ങിൽ ഒന്നും കൂടെ പോവാം. നമ്മൾ ആഡ് ന്യൂവിൽ പോവാം. അതിനുശേഷം നമുക്കിപ്പോൾ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സോ അത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി അഗെയിൻ ആഡ് ചെയ്യുക. ഇനി അടുത്തത് എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഗരം മസാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ ചില്ലി പൗഡർ അതുപോലെ തന്നെ ഗരം മസാല എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൊഡക്റ്റ് എന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടത് എന്നുള്ളത് അത് ഞാൻ ക്വാണ്ടിറ്റി 1 കൊടുത്തു. ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാഷ്നട്ട് ആൽമണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സഡ് നട്ട്സിൻ്റെ അത് ആ ഒരു രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഫോർമുലയായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റീപാക്കിംഗ് എന്നുള്ളത് നിങ്ങളിപ്പം ബൾക്കായിട്ട് സാധനം എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് റീപാക്കിങ്ങിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പോൾ പറയാനുള്ളത്.